ഓർത്തഡോക്സ് യാക്കോബായ സഭ പള്ളിത്തർക്കത്തിൽ സർക്കാരിന് മധ്യസ്ഥ ചർച്ച വഹിക്കാമെന്ന് ഹൈക്കോടതി. മതകാര്യങ്ങളിൽ സർക്കാരിന് ഇടപെടാനാവില്ലെന്ന കാര്യം ഓർക്കണം. എന്നാൽ ക്രമസമാധാന പ്രശ്നം ഉയർന്നാൽ പരിഹരിക്കാൻ സർക്കാരിന് ഇടപെടാം. പള്ളികളിലെ അധികാരത്തിൽ തീരുമാനമെടുക്കാൻ സിവിൽ കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. KM ഷബ്ന ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷബ്ന, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിൽ പള്ളിത്തർക്കം നേരിട്ട് തന്നെയുള്ള തർക്കത്തിലേക്ക് പോയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വരുന്നത്. രുചീഷ്, ഇത് ഇത്തരത്തിൽ കുറേ നാളുകളായിട്ട് ഈ പള്ളിത്തർക്കം നിലനിൽക്കുകയാണ്. ഹൈക്കോടതി, സുപ്രീം കോടതി അടക്കമുള്ള വിവിധ കോടതികളിൽ ഈ വിഷയം എത്തുന്നുണ്ട്. ഇന്നിപ്പോൾ കോടതിയിൽ എത്തിയത് ഒരു 5 പള്ളികളുടെ പോലീസ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടാണ്. യാക്കോബായ സഭയാണ് ഇത്തരത്തിലൊരു ഹർജി നൽകിയത്. അതായത് സിംഗിൾ ബെഞ്ച് പോലീസ് സംരക്ഷണം അനുവദിച്ചു. അതിനെതിരെ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ഇതിനിടെ ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഒരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്. നൂറ്റാണ്ടുകളായി കേരള സമൂഹത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒക്കെ വേണ്ട സംഭാവനകൾ ചെയ്തിട്ടുള്ള സഭകളാണ് ഇരു സഭകളും. അതുകൊണ്ട് തന്നെ ഈ സഭകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് മധ്യസ്ഥതയിലൂടെ പരിഹരിക്കും എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. അത്തരത്തിലൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ക്രമസമാധാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെ ഇത് പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ച് മുഖ്യമന്ത്രി നടത്തുന്ന മധ്യസ്ഥ ചർച്ചയെ സ്വാഗതം ചെയ്യുകയും അതിന് അത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ കോടതി ഇന്ന് ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. സർക്കാരിന് മതകാര്യങ്ങളിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇടപെടാൻ കഴിയില്ല. അത് ഓർമ്മിപ്പിച്ച് തന്നെയാണ് കോടതി ഇന്ന് ഈ സർക്കാരിനെ ഈ മധ്യസ്ഥ ശ്രമത്തെ അനുകൂലിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ പള്ളികളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ശ്രമങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ കോടതി അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ സിവിൽ തർക്കങ്ങൾ, അധികാര തർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് സിവിൽ കോടതിയാണ് സമീപിക്കേണ്ടത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സർക്കാർ ഇനി വരും ദിവസങ്ങളിൽ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കോടതിയെ അറിയിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ഈ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പോലീസിന് ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഇരു സഭകളിലെയും ആളുകൾ സംഘടിച്ച് വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ ഇത് രമ്യമായി പരിഹരിക്കണം എന്ന് തന്നെ സർക്കാർ ഉദ്ദേശിക്കുന്നതായിട്ടാണ് ഇന്നിപ്പോൾ കോടതിയെ അറിയിക്കുകയും കോടതി അതിന് അനുകൂലമായ നിലപാടിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ശരി ഷബ്ന.